കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലയിൽ 230 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സജ്ജമാക്കുക. 44 പ്രശ്നബാധിത മേഖലകളാണ് ജില്ലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര, ക്വാറികളുടെ പ്രവർത്തനം എന്നിവയ്ക്ക് 28 വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിഥുൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്? വീണ, മലയോര മേഖലകളിലാണ് പ്രധാനമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ആങ്ങാമൊഴി, കോന്നി, സീതത്തോട്, ചിറ്റാർ തുടങ്ങിയ മേഖലകളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലായി 60 പ്രശ്നബാധിത മേഖലകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 60 മേഖലകളിലായി 230ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. നിലവിൽ ആരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുമില്ല. പക്ഷേ 230ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മറ്റു ഭാഗങ്ങളിൽ വെള്ളക്കെട്ടോ, വെള്ളപ്പൊക്ക ഭീഷണി തുടങ്ങിയവ നിലനിൽക്കുന്ന പന്തളം, ആറന്മുള തുടങ്ങിയ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും ഏത് നിമിഷം വേണമെങ്കിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട നഗരത്തിനോട് ചേർന്ന ചില ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നു. നഗരസഭയുടെ പിടിപ്പുകേടിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്ന മേഖലകളായി മാറുകയാണ് ഈ പ്രദേശങ്ങൾ. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യവും ജില്ലയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്നുള്ള ഈ ദൃശ്യങ്ങൾ കാണുന്നത്. KSRTC ധർമ്മശാസ്ത്ര റോഡാണിത്. നിരവധി വാഹനങ്ങളും ആളുകളും കടന്നു വരുന്ന ഭാഗമാണിത്. ഈ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുകയും മലിനജലം കെട്ടിക്കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് പതിവായി ഇവിടെ ഉള്ളത്. ഈ മഴക്കാലത്തും ഈ ഒരു കാര്യത്തിൽ മാറ്റമില്ല എന്നതിൻ്റെ കാഴ്ചയാണ് ഈ റോഡിൽ നിന്നും കാണുന്നത്. നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമൊക്കെ രൂപപ്പെടുമ്പോൾ ധാരാളം വാഹനങ്ങളും ആളുകളും ഈ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന വഴിയാണ് ഈ ധർമ്മശാസ്ത്ര KSRTC റോഡ്. KSRTC സ്റ്റാൻഡിലേക്കൊക്കെയുള്ള പ്രധാനപ്പെട്ട സഞ്ചാരമാർഗം. ഒപ്പം നിരവധി അഭിഭാഷകരുടെ ഓഫീസുകൾ, ദേവസ്വം ഓഫീസറുടെ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസറുടെ കാര്യാലയം, ശബരിമല ദേവസ്വം ഓഫീസറുടെ പ്രധാനപ്പെട്ട കാര്യാലയം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട റോഡാണിത്. നിരവധി സർക്കാർ സ്ഥാപനങ്ങളും ഈ ഭാഗത്ത് ഉണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളടക്കം ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ചെറിയ ഒരു മഴ പെയ്താൽ പോലും ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ട് വ്യാപകമായിട്ടുള്ള മാലിന്യം മലിനജലം വമിക്കുന്ന കാഴ്ചയാണ് ഈ ഭാഗത്തുനിന്ന് കാണുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ ആശുപത്രിയിൽ നിന്നുള്ള കയ്യുറകളും മറ്റ് മാലിന്യ സാമഗ്രികളും എല്ലാം ഈ ഭാഗത്ത് നിക്ഷേപിച്ചിരിക്കുന്നതിൻ്റെ, ഈ വെള്ളത്തിൽ മലിനജലത്തിൽ കിടക്കുന്നതിൻ്റെയും എല്ലാം ദൃശ്യങ്ങളും തീർത്തും മലിന സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഈ കാഴ്ചകളിൽ നിന്നും കാണാം. ദുർഗന്ധം വമിക്കുന്ന സാഹചര്യവുമാണ്. പത്തനംതിട്ട നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ സ്ഥലം ഉള്ളത്, ഈ റോഡ് ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നിരവധി തവണ നാട്ടുകാർ പരാതികൾ അറിയിച്ചിട്ടുള്ളതാണ് നഗരസഭയെ. ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം വേണം. ഇവിടെ മലിനജലം കെട്ടിക്കിടക്കുന്നു, പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നതിനൊക്കെ കാരണമാകും എന്നുള്ളത് നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും ഈ മഴക്കാലത്തും അത് മഴക്കാലാനുബന്ധ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇതിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചയാണ് ഈ ഭാഗത്തു നിന്നും കാണുന്നത് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള മാലിന്യം വമിക്കുകയാണ്, ദുർഗന്ധം വമിക്കുകയാണ് ഇവിടെ നിന്നും. ഇത് പത്തനംതിട്ട നഗരത്തിൻ്റെ ഹൃദയഭാഗം ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. തീർത്തും ശോചനീയമായ സാഹചര്യം. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. ആഴ്ചയിൽ വലിയ രീതിയിലാണ് ഓരോ ആഴ്ചയും ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ജില്ലയിൽ, നഗരത്തിൽ നിന്നും ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പോലും ഇത്തരത്തിൽ പരാതികളുടെ ഒരു പ്രവാഹം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഇടങ്ങൾ പകർച്ചവ്യാധി പടരുന്നൊരിടമായി മാറാൻ പാടില്ല എന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ സംവിധാനങ്ങളും മറ്റും? വീണ, പ്രധാനമായിട്ടും മലയോര മേഖലകളിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ. അത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സജ്ജമാക്കിയിരിക്കുന്നത്. അവിടെ നിലവിൽ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ആരെയും മാറ്റി പാർപ്പിച്ചിട്ടില്ല. അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സജ്ജീകരണം മാത്രമാണ്, തയ്യാറെടുപ്പുകൾ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. 230 കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ സജ്ജമാക്കി നിലനിർത്തിയിട്ടുമുണ്ട്. തുടർച്ചയായ മഴ ജില്ലയിൽ ഇല്ല. പകൽ സമയത്ത് മഴ മാറി നിൽക്കുകയും വൈകിട്ട് 5 മണിക്ക് ശേഷം കഴിഞ്ഞ 2 ദിവസമായി മഴ ശക്തമാകുന്ന കാലാവസ്ഥയുമാണ് ജില്ലയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടപെട്ടുള്ള മഴ ആയതുകൊണ്ട് തന്നെ കാര്യമായി ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ജില്ലയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ നിർത്താതെ പെയ്യുന്ന മഴ, ഇനി റെഡ് അലേർട്ടാണ് നാളെ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് ഓറഞ്ച് അലേർട്ടും
ഇനി തുടർച്ചയായി ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം 60ഓളം പ്രശ്നബാധിത മേഖലകളിൽ നിന്നെല്ലാം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം സജ്ജമാക്കിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഇനി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമാകും അത് ഏത് രീതിയിലാണ് ഈ ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകുന്ന രീതിയിൽ കൃത്യമായി തന്നെ ആരോഗ്യ ശുചീകരണ സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടാണോ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല, പ്രവർത്തനം ആരംഭിച്ചിട്ടുമില്ല. നിലവിൽ മറ്റ് ഈ നദികളുടെയൊന്നും അച്ചൻകോവിലാർ, പമ്പയാർ തുടങ്ങിയ നദികളുടെ ജലനിരപ്പ് അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടുമില്ല. ക്രമാനുഗതമായി തന്നെ സാധാരണ നിലയിൽ തന്നെയാണ് നദികളെല്ലാം ഒഴുകുന്നത്. നിലവിൽ അപകട ഭീഷണി ഉയർത്തുന്നത് ശക്തമായ കാറ്റാണ്. കാറ്റിൽ മരങ്ങൾ മറിഞ്ഞു വീണ് പലയിടങ്ങളിലും അപകടം ഉണ്ടാകുന്നുണ്ട്, ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്, പോസ്റ്റുകൾ മറിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണ് വൈദ്യുതി ബന്ധവും അപകടവും ഉണ്ടാകുന്നുണ്ട്. വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ തിരുവല്ലയിലും അടൂരും കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃഷി വ്യാപകമായി നശിച്ചിട്ടുണ്ട്. വാഴകൃഷി അടക്കം വ്യാപകമായി നശിക്കുന്ന സംഭവങ്ങൾ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളാണ് നിലവിൽ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലയോര മേഖലകളിൽ ശക്തമായ കാറ്റും ഉരുൾപൊട്ടൽ ഭീഷണി, മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ട്. കോന്നി, പെരുന്നാട്, റാന്നി, വടശ്ശേരിക്കരയുടെ ചില ഭാഗങ്ങൾ, തണ്ണിത്തോട് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ ഭാഗങ്ങളിലാണ് പ്രധാനമായും ഈ പ്രശ്നബാധിത ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും വളരെ വേഗത്തിൽ തയ്യാറാക്കുകയും വേണ്ടത്. എന്തായാലും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പത്തനംതിട്ട നഗരസഭയ്ക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്നതിൻ്റെ ഉദാഹരണമായാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. മാലിന്യം വമിക്കുന്ന മാലിന്യജലം കെട്ടിക്കിടക്കുന്ന കാഴ്ച. അത് നഗരത്തിന്റെ ഹൃദയത്തോട് ചേർന്ന ഭാഗത്താണ്. വളരെ അധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗത്ത് ആളുകളുടെ സഞ്ചാരം ഏത് സമയവും, എല്ലാ സമയവും, മുഴുവൻ സമയവുമുള്ള KSRTC ബസ് സ്റ്റാൻഡുകളിലേക്കൊക്കെ ആളുകൾ പോകുന്നതിന് വേണ്ടി പ്രധാന സഞ്ചാരമാർഗമായിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കിയിട്ടില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇത് മാറുന്നു. പകർച്ചവ്യാധികൾ പറന്നു പിടിക്കുന്ന സാഹചര്യവും ജില്ലയിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. തീർച്ചയായും മിഥുൻ, വളരെ ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മിഥുൻ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തത്.